അപ്പോൾ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതിലുപരിയായിട്ട് ഇതിൽ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. അത് സാമുദായിക ധ്രുവീകരണമാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പൊതുവിലും മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ചും LDFനും പിണറായി സർക്കാരിനും അങ്ങേയറ്റം എതിരായിരിക്കും. കേരളത്തിലെ പോലീസ് സംഘി പോലീസാണ് എന്ന ആരോപണം നമ്മുടെ മീഡിയ വൺ ചാനലിലെ ദാവൂദാണ് ആദ്യം ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത അനുചാര്യനും ഗുളികച്ചപ്പേന്തി ശിഷ്യനുമായിരുന്ന സാക്ഷാൽ PV അൻവർ ഏറ്റുപിടിച്ചതോടുകൂടി ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗങ്ങൾ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ട് RSSകാരുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രീതി പിണറായി വിജയന് കിട്ടിയില്ല. മുസ്ലിങ്ങളുടെ വലിയ കഠോരമായ വൈരാഗ്യം അദ്ദേഹം സമ്പാദിച്ചു. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ആ കാലത്തിൻ്റെ ചുവരെഴുത്താണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാവുന്നതുള്ളൂ. ഇത്രയൊക്കെ കൊള്ളരായ്മ ചെയ്തിട്ടും ഈ സർക്കാർ ജയിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും തിരുവനന്തപുരത്ത് മഴയത്തും വെയിലത്തും സമരം ചെയ്ത താലമുണ്ടനം ചെയ്ത് കണ്ണീരോടുകൂടി വിട പറഞ്ഞു പോയ ആശാ വർക്കർമാരുടെ ശാപം പിണറായിയുടെയും മറ്റ് മന്ത്രിമാരുടെ തലയ്ക്ക് മുകളിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുപക്ഷം പരാജയപ്പെട്ടതിന് വേറെ കാരണമൊന്നും അന്വേഷിച്ച് അധികം ദൂരേക്കൊന്നും പോകണ്ട. ആശാ വർക്കർമാരോട് അവരുടെ സമരത്തോട് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി നമ്മൾ പണ്ട് സിനിമാ നോട്ടീസിൽ പറയുന്ന പോലെ ശേഷം വെള്ളിത്തിരയിൽ.